ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2017 ഒരു അമേരിക്കൻ ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ വിൻഡ് റിവർ എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ക്രൈം ത്രില്ലർ മൂവീസ് കാണുമ്പോഴത്തേക്കും അതിന്റെ അവസാനം എന്തായാലും ആ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കുന്നു, അവനുള്ള ശിക്ഷ കൊടുക്കുന്നു. ഇപ്പൊ ആ ഒരു കൊലയാളി ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മൂവി കഴിയുമ്പോഴത്തേക്കും കൊലയാളി പിടിച്ചു അത്രേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ ആ ഒരു മൂവി കണ്ട് ഓക്കെ നമ്മളൊരു ത്രില്ലർ മൂവി കണ്ടു എന്നുള്ളൊരു എക്സ്പീരിയൻസ് മാത്രമല്ലാതെ ചില മൂവീസുകളിലെ ആ ഒരു കേസ് കണ്ടുപിടിച്ച് അവസാനം അതിലെ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ അവന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടണമെന്ന് നമ്മൾ തന്നെ ആഗ്രഹിക്കും. ജസ്റ്റ് അതൊരു സിനിമയാണെങ്കിലും ചില സമയത്ത് നമുക്ക് ആ ഒരു ക്ലൈമാക്സ് കാണുമ്പോഴത്തേക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ, അതുപോലെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ പോകുന്ന ഒരു മൂവിയാണിത്. ക്ലൈമാക്സിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും ഇതാണ് ക്ലൈമാക്സ്, ഇങ്ങനെ ആവണം, ഇങ്ങനെ തന്നെ അവന് കിട്ടണം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. ആ ഒരു രീതിയിൽ നമ്മളെ പിടിച്ചെടുത്തുന്ന ഒരു മൂവിയാണിത്. മഞ്ഞു മൂടിയ ഒരു പ്രദേശത്ത് ഒരു പെൺകുട്ടിയുടെ ശരീരം കിട്ടുന്നു. മരണകാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന പോലീസും അതേപോലെ തന്നെ ആ ഒരു നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള നമ്മുടെ ഹീറോയും കൂടി ചേർന്നിട്ട് ഈ ഒരു കേസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു, ആ പെൺകുട്ടിയെ കൊന്നത് ആരാണ് എന്നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവി. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാലേ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇനിയും അധികം പറഞ്ഞു താമസിപ്പിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് ഒരു മഞ്ഞു മൂടിയ പ്രദേശം, അതിന് മുകളിലൂടെ ഇപ്പോൾ ഒരു പെൺകുട്ടി നല്ല വേഗതയിൽ അങ്ങനെ ഓടുകയാണ്. അവൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നതെന്നും നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള കോറി ലംബർട്ടിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ഒരു സ്നൈപ്പറാണ്. കാണിക്കുമ്പോഴത്തേക്കും ഈ ആടുകളെല്ലാം മേയ്ക്കാൻ കൊണ്ടുവന്ന ആ ഒരു സ്ഥലത്ത് ഈ കുറുക്കന്മാരൊക്കെ ആടുകളെ പിടിക്കാൻ പറ്റുമല്ലോ, അതിനെല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ ഹീറോയുടെ ജോലി, ഒരു വേട്ടക്കാരൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ മറ്റൊരു വീടിന്റെ കഥ ഇങ്ങനെ തട്ടുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു ലേഡി ഇറങ്ങി വരുന്നു. കോഫി വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയും. എന്നിട്ട് ഹീറോ ചോദിക്കും, കേസി എവിടെ? എനിക്ക് അവനായിട്ട് ഒരു സ്ഥലത്ത് പോകണം. കേസിയെ കൊണ്ടുപോകുന്നതെല്ലാം ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ദൂരത്തിൽ മാത്രമേ അവനെ നിർത്താവൂ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഈ ഒരു ലേഡി വേറെ ആരുമല്ല, ഹീറോയുടെ ഭാര്യയാണ്. അതുപോലെ കേസി എന്ന് പറഞ്ഞത് ഹീറോയുടെ മകനും. തന്റെ മകനെ ഇപ്പോൾ വേട്ടയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഹീറോ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഹീറോയും ഭാര്യയും അവര് രണ്ടുപേരും ഇപ്പോൾ വേർപിരിഞ്ഞ് നിൽക്കാണ്. കാരണം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ ഹീറോയുടെ മകനായാലും പെട്ടെന്ന് ഒരു തോക്കും എടുത്ത് ഹീറോയോടൊപ്പം ഇറങ്ങി വരുന്നു. അതുമല്ല പോകുന്നതിന് മുന്നേ അവന്റെ ഭാര്യ ഹീറോയുടെ കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇനിയിപ്പോ തിങ്കളാഴ്ചയെ വരത്തുള്ളൂ, അതുവരെ അവനെ നല്ലതുപോലെ നോക്കിക്കോണം. അപ്പോൾ ഹീറോ പറയും, ഓക്കെ ശരി, പോകുന്നതെല്ലാം ശരി തന്നെയാണ്, പക്ഷെ സാധാരണ പോകുന്ന ഒരു വഴിയെ പോകരുത്, റൂട്ട് അത്ര ശരിയല്ല എന്ന് പറയുമ്പോൾ അവളാണെങ്കിലും അതേന്നെല്ലാം പറഞ്ഞിട്ട് മകനെയും കൊണ്ട് നേരെ വെളിയിലേക്ക് വന്നിട്ട് ഒരു കുതിരപ്പുറത്ത് കയറ്റി ഈ കുതിരയെ ഓടിക്കുന്നത് എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് സൈഡിലൂടെ കൊണ്ടുപോവാ. അപ്പൊ അവൻ അതുപോലെ ചെയ്യുന്നു. ശരി, കുതിരയെ നിർത്തിയിട്ട് പുറകിലേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ അതുപോലെയും ആ ഒരു പയ്യൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുതിരയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി വിൻഡ് റിവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് കൂടുതലായിട്ടും ജീവിക്കുന്നത് നേറ്റീവ് അമേരിക്കൻസ് ആണ്. ഈ മലയുടെ മുകളിലായിരിക്കും ഇവർ കൂടുതലായിട്ട് ജീവിക്കുന്നത്. ഈ മലകളൊക്കെ കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും ഇവർ കൂടുതലായിട്ടും ജീവിക്കുന്നത്. അങ്ങനെ അവിടെ തന്റെ മകനെ ഇറക്കി വിടുകയാണ്. അതുമല്ല ഹീറോയെ ഇവിടെ പറഞ്ഞു വിട്ടത് പോലീസുകാരാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ ഒന്നോ രണ്ടോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്നും അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയെ ഇപ്പൊ ഈ ഒരു സ്ഥലത്തേക്ക് പോലീസുകാർ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അങ്ങനെ ഹീറോ അവിടെ വരുന്നതും ഹീറോയെ കാണാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരാളുണ്ട്. അപ്പൊ അയാളോട് പറയും അത് സിംഹം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. ശരി ബാ നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ആ ഒരു മലയുടെ മുകളിലേക്ക് കയറി പോകുമ്പോൾ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അപ്പോഴേ ഹീറോ പറയും, ശരി ഒരു സിംഹമല്ല, എന്തായാലും 2-3 ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെ വേട്ടയാടാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സിംഹം ഇവിടേക്ക് വന്നതാണ്. അതുമല്ല ഹീറോയുടെ കൂടെ നിൽക്കുന്ന ആ ഒരു അപ്പൂപ്പന്റെ കയ്യിൽ ഒരു സ്നോ ബൈക്ക് ഉണ്ട്. അങ്ങനെ അതും വാങ്ങിയിട്ട് ഹീറോ ആ ഒരു സ്ഥലമല്ല ഇങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ്. വേറെ ഒന്നുമല്ല, എവിടെയെങ്കിലും മൃഗങ്ങളുടെ കാൽപ്പാടുകളോ അല്ലാന്നുണ്ടെങ്കിൽ രക്തത്തിന്റെ പാടോ ഇതെല്ലാം കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടേക്കെല്ലാം വന്ന് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഈ രക്തത്തിന്റെ പാടുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഇതും കൂടി ആവുന്നതും ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു വെള്ള ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഈ ഒരു മഞ്ഞിൽ ഒളിഞ്ഞു കിടന്ന് സ്നൈപ്പർ വെച്ചിട്ട് ആ ഒരു മൃഗങ്ങളെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി ആ ഒരു ഡ്രസ്സെല്ലാം ഇട്ട് ഈ കാൽപ്പാടുകളെല്ലാം നോക്കി ഒരുപാട് ദൂരം ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആഹാ അവിടെ ഒരു പെൺകുട്ടിയുടെ ശരീരമാണ് കിടക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് നല്ല സങ്കടമുണ്ട്. പെട്ടെന്ന് തന്നെ തന്റെ വാക്കി ടോക്കി എടുത്ത് സഹായത്തിന് വേണ്ടി പോലീസിനെ വിളിക്കാണ്. എന്നിട്ട് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും പോലീസ് ആണെങ്കിലും ലൊക്കേഷൻ എല്ലാം ചോദിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോലീസ് അവിടേക്ക് വരുന്നു. അതുമല്ലാതെ പോലീസ് ആണെങ്കിൽ FBI വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് FBI ചേർന്ന ഒരാളും കൂടി അവിടേക്ക് വരുന്നുണ്ട്, അതും ഒരു ലേഡി ഓഫീസർ. ഇതാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോയിൻ ജെയിൻ. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ഹീറോയിനെ കാണുന്നതും അവളെയും വിളിച്ചിട്ട് ആ ഒരു പോലീസിനടുത്തേക്ക് കൊണ്ടുപോവാണ്. അതുമല്ല ഇപ്പോഴാണെങ്കിലും നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് നേരം താമസിച്ചു കഴിഞ്ഞാല് ആ ഒരു പെണ്ണെ ചിലപ്പോൾ മൃഗങ്ങളാണ് കൊന്നതെങ്കിൽ ആ മൃഗത്തിന്റെ കാൽപ്പാട് ഫോളോ ചെയ്ത് അതിനെ പോയി കൊല്ലാനായിട്ട് ഇവരെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെ ആ ഒരു ചീഫിനടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല നീ തനിച്ചാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തനിയെ വന്നിട്ടുള്ളതെന്ന് പറയുന്നതും ആ ഒരു ഓഫീസർ പറയും, ബോഡി കണ്ടതേ ഇവനാണെന്ന് പറഞ്ഞിട്ട് ഹീറോയെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ടാണ് ആ ഒരു ഓഫീസർ ഹീറോയിനോട് ചോദിക്കുന്നത്, അല്ല ഈ ഒരു മഞ്ഞത്തിടാൻ വേണ്ടിയിട്ടുള്ള കോട്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ എടുത്തില്ലേ?
കാരണം ബോഡി കിടക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് 5 കിലോമീറ്റർ അപ്പുറത്താണ് എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല ഞാൻ ഒരു ആയുധ പരിശീലനത്തിലായിരുന്നു, പെട്ടെന്നാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഹീറോ പറയും, ശരി ഞാൻ നിനക്ക് ആവശ്യമുള്ള ഡ്രസ്സ് തരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, ഇതുപോലെ ഒരു പെണ്ണിനെയാണോ അവരിവിടേക്ക് പറഞ്ഞു വിടുന്നത്. അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ളത് ഹീറോയുടെ അമ്മായിയമ്മയും അതേപോലെ തന്നെ വെളിയിൽ നിൽക്കുന്ന ആ ഒരു വയസ്സായിട്ടുള്ള ആളുണ്ടല്ലോ, അത് ഹീറോയുടെ അമ്മായിയപ്പനാണ്. അങ്ങനെ അവരാണെങ്കിലോ ഹീറോയിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ തന്റെ മകനോട് ഇവിടെ തന്നെ സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ കൂട്ടി ആ ഒരു ബോഡി കിടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ബോഡി കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇവർ എത്തുന്നതും ഇപ്പൊ ആ ഒരു മഞ്ഞ് പെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ മഞ്ഞ് പെയ്യത്തുള്ളൂ. അങ്ങനെ ഇവരായാലും അവിടേക്ക് വന്നിറങ്ങി ഹീറോയിൻ അല്ലെങ്കിൽ ഒരു പെണ്ണാരാണെന്ന് ചോദിക്കുമ്പോൾ പോലീസ് ഇതുവരെയും അതാരാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. അപ്പോഴേ ഹീറോ പറയും, ആ ഒരു പെണ്ണിന്റെ പേര് നറ്റാലി ഹാൻസ് എന്നാണ്. അവളുടെ വീട് ഇവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ ദൂരം പോകണം. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വിളിച്ച് മാത്രമേ വരാൻ കഴിയത്തുള്ളൂ. നടന്ന് അവിടെ നിന്ന് ഇവിടേക്ക് വരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇവിടേക്ക് ഓടി വന്നതല്ലാന്ന് എനിക്ക് മനസ്സിലായി. അല്ല ഇവിടെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, ഇല്ല വീട്ടുകാർ ഇതുവരെയും കാണാതായെന്നും പറഞ്ഞിട്ട് കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ല. അതുപോലെ ആ ഒരു പെണ്ണിന്റെ ദേഹത്താണെങ്കിലേ മുറിവുണ്ട്, അതുകൊണ്ടാണ് ഇവര് പോലീസിനെ കോൾ ചെയ്തതും പോലീസ് ആണെങ്കിൽ പെട്ടെന്ന് FBI ഇവിടേക്ക് വിളിച്ചത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല മെഡിക്കൽ എക്സാമിനർ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ? ഉണ്ടെങ്കിൽ വിളിക്കണം, കാരണം രക്തക്കറ കൂടുതലായിട്ടുള്ളത് ഇടുപ്പിന് താഴേക്കാണ്. ഒരുപക്ഷെ ആ ഒരു പെൺകുട്ടി ആരെങ്കിലും റേപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അല്ല ഈ ഒരു സ്ഥലത്ത് എന്തിനാ ഈ ഒരു പെൺകുട്ടി വന്നത്, ഇവിടെ എന്തായിരിക്കും അവൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ചില സമയത്ത് പാർട്ടി ആഘോഷിക്കുക എന്നുള്ള രീതിയിൽ പയ്യന്മാരെല്ലാം കൂടുതലായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരാറുണ്ട്. പക്ഷേ വെറും കാലിൽ അവൾ ഇവിടേക്ക് ഓടി വരണമെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ സംഭവിച്ചൊരു കാര്യമല്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ ഹീറോയോട് പറയും, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയോ, ബോഡി കണ്ടിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇത് കണ്ടിട്ട് എനിക്കൊന്നും പറയാൻ കഴിയത്തില്ല, പക്ഷേ ഈ ഒരു കാൽപ്പാടുകൾ കണ്ടിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ കഴിയും. ദേ ഈ ഒരു തള്ളവിരലിന്റെ കാൽപ്പാട് അത് നല്ല രീതിയിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നടന്നല്ല ഇവിടേക്ക് വന്നിട്ടുള്ളത്, ഓടിയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഓടി വരുന്ന വഴിക്ക് ശ്വാസം നല്ലതുപോലെ എടുക്കാൻ കഴിയാതെ നേരെ താഴേക്ക് വന്ന് വീണ് ആ ഒരു മുഖം നല്ലതുപോലെ തറയിൽ ഇടിച്ചിട്ടുണ്ട്. അതുപോലെ രാത്രി ആയിരിക്കണം അവൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. രാത്രിയാണെങ്കിൽ -20 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ തണുപ്പിന്റെ ആ ഒരു ടെമ്പറേച്ചർ, അത്രയും തണുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്ത് ആ ഒരു തണുപ്പ് നല്ല കൂടുതലായിരിക്കും. അങ്ങനെ ആ ഒരു തണുത്ത കാറ്റ് ഉള്ളിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ അവളുടെ ലെങ്സിലെ ആ ഒരു തണുത്ത കാറ്റ് കയറി നല്ലതുപോലെ ശ്വസിക്കാൻ കഴിയാതെ രക്തം ഛർദ്ദിച്ചായിരിക്കണം ഈ ഒരു പെൺകുട്ടി മരിച്ചത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, അല്ല ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇത്രയും ദൂരം ഓടാൻ കഴിയും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഈ ഒരു പെൺകുട്ടി ഒരു ഫൈറ്ററാണ്, അതുകൊണ്ട് സാധാരണ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എത്ര ദൂരം ഓടോ അതിൽ നിന്നും കുറച്ചുകൂടി ദൂരം ഇവൾ എന്തായാലും ഓടിയിരിക്കും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും ഹീറോയിനായാലും പെട്ടെന്ന് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഹായം എനിക്ക് ഇനി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു പോലീസിനോട് ചോദിക്കും, ഹലോ സാർ ഇയാളെ എന്തായാലും സഹായത്തിന് നമ്മുടെ കൂടെ നിർത്താൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചീഫ് പറയും, അതൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇവിടെ സിംഹങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അതിനെയും കൂടി കൊല്ലണം, അത് മറക്കരുത് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ഹീറോ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനോട് പറയും, സത്യത്തിൽ ഞാനൊരു അനിമൽ ഹണ്ടറാണ്, ഈ ഒരു പെൺകുട്ടിയെ കൊന്നവനും എന്തായാലും ഒരു അനിമൽ ആയിരിക്കും, അതുകൊണ്ട് അവനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്നൈപ്പറിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബുള്ളറ്റുകൾ സ്വന്തമായിട്ട് ഇങ്ങനെ ശരിയാക്കാണ്, അതിലെ മരുന്ന് നിറയ്ക്കുന്നത് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതേസമയം ഹീറോയുടെ മകൻ വന്നിട്ട്, എന്റെ സഹോദരി മരിച്ചതുപോലെയാണോ ആ ഒരു പെൺകുട്ടി മരിച്ചത്, നിന്റെ സഹോദരി മരിച്ചത് തണുത്തുറച്ചല്ലേ? അപ്പൊ ആ ഒരു പയ്യൻ ചോദിക്കും, അപ്പൊ ഇവരോ? ഇവളും അതുപോലെ തന്നെയാണ് മരിച്ചത്, നീ പറയുന്നത് കറക്റ്റ് ആയിരിക്കാം എന്ന് പറയുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹീറോയുടെ മൂത്ത മകള് മരണപ്പെട്ടു എന്നുള്ള കാര്യം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് ഹീറോയിനും ആ ഒരു ചീഫും വന്നിട്ട് എങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് നമ്മുടെ ഹീറോ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി അവളുടെ ലെൻസിലെ നല്ല തണുത്ത കാറ്റ് കയറി ശ്വാസം കിട്ടാതെ രക്തം ഛർദ്ദിച്ചാണ് ആ ഒരു പെൺകുട്ടി മരിച്ചത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല റേപ്പ് നടന്നതിന്റെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ പറയും, ഉണ്ട്, ആ ഒരു ഭാഗത്ത് നല്ല മുറിവുകളുണ്ട്, ഒരാൾ പലതവണ റേപ്പ് ചെയ്തിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ചേർന്നിട്ട് റേപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, മരണ കാരണമായിട്ട് എന്താണ് എഴുതാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ശ്വാസം കിട്ടാതെ രക്തം ഛർദ്ദിച്ച് ഈ ഒരു കാറ്റുള്ളിലേക്ക് കയറി രക്തം ഛർദ്ദിച്ചാണ് മരിച്ചതെന്നേ ഇപ്പോൾ എഴുതാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, അതെങ്ങനെ ശരിയാവും, ശ്വാസം കിട്ടാതെ രക്തം ഛർദ്ദിച്ച് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ കൊലപാതകമാവും, ഒരു കൊലപാതകമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് എനിക്ക് എങ്ങനെ അന്വേഷിക്കാൻ കഴിയും, ഈ കേസ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതൊരു കൊലപാതക കേസ് എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ സഹായത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഡോക്ടർ പറയും, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, യഥാർത്ഥ കാരണം എന്താണോ അത് മാത്രമേ എനിക്ക് എഴുതാൻ കഴിയത്തുള്ളൂ, നിങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ തന്നെ നോക്കണം. പക്ഷേ ഹീറോയിൻ ആണെങ്കിലും ഈ ഒരു കേസ് ഇവിടെ വിട്ടിട്ട് പോകാൻ കഴിയത്തില്ല, കാരണം ഒരു പെൺകുട്ടി അവളെ റേപ്പ് ചെയ്ത് കൊല്ലുമ്പോഴത്തേക്കും അതൊരു സാധാരണ മരണമായിട്ട് ഒരിക്കലും കാണാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഈ ഒരു കേസ് അന്വേഷിച്ചേ പറ്റൂ. അപ്പോൾ ഹീറോയിൻ പറയും, ശരി റേപ്പ് ചെയ്തവരുടെ DNA വെച്ചിട്ട് അവരെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് ഈ ഒരു ഡോക്ടറിനെ കൊണ്ട് കഴിയത്തില്ല, കാരണം അതിന് ഈ ലാബ് ടെസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പട്ടണത്തിലേക്ക് അയച്ചേക്കാണ്, അതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഏകദേശം 10-14 ദിവസം എടുക്കും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും പോലീസ് ഇവരെല്ലാം കൂടി ചേർന്നിട്ട് മരിച്ചുപോയ ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാണ്.
അവൾക്കാണെങ്കിൽ ഇപ്പോൾ 18 വയസ്സേ ആയിട്ടുള്ളൂ. അവളുടെ ബോയ് ഫ്രണ്ടിനോട് എവിടെ പോയി, ബോയ് ഫ്രണ്ട് ആരാണെന്നും അവർക്ക് നല്ലതുപോലെ അറിയത്തില്ല. അപ്പോഴും നമ്മുടെ ഹീറോയിൻ അവളുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ല 18 വയസ്സൊരു പെണ്ണ് അവളുടെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് പോലും അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് 18 വയസ്സായി, ഇനി അവളുടെ ജീവിതം നോക്കേണ്ടത് അവളാണ്, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയണമൊന്നുമില്ല എന്നെല്ലാം പറയുമ്പോൾ 18 വയസ്സായെന്നും പറഞ്ഞിട്ട് അതൊരു ചെറിയ പെൺകുട്ടിയല്ലേ എന്നെല്ലാം നമ്മുടെ ഹീറോയിൻ അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്. എന്നിരുന്നാൽ അയാളുടെ കയ്യിൽ നിന്നും കേസിന് ആവശ്യമായിട്ടുള്ള ഒരു വിവരവും കിട്ടുന്നില്ല. അപ്പോൾ ഹീറോയിൻ പറയും, അല്ല എനിക്ക് പെൺകുട്ടിയുടെ അമ്മയോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അടുത്ത റൂമിലുണ്ടെന്ന് പറയുന്നതും ആ ഒരു ചീഫ് ഹീറോയിനോട് പറയും, ഇല്ല വേണ്ട പോണ്ടെന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ നിർബന്ധം പിടിച്ച് ആ ഒരു ഡോർ ചെന്ന് തുറക്കുമ്പോഴത്തേക്കാണ് ഈ മകൾ മരിച്ച ആ ഒരു വിഷമത്തിലെ അവർക്കാണെങ്കിൽ മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടായി. അതുകൊണ്ട് തന്നെ അവരുടെ കൈയെല്ലാം സ്വയം ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോഴും നമ്മുടെ ഹീറോയിനോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഈ ഒരു വീട്ടിലേക്ക് വരാണ്. ഹീറോയെ കാണുമ്പോൾ തന്നെ മരിച്ച പെൺകുട്ടിയുടെ അച്ഛനുണ്ടല്ലോ, അയാൾ നല്ലതുപോലെ കരയാൻ തുടങ്ങും കെട്ടിപ്പിടിച്ചിട്ട്. അപ്പോഴേ ഹീറോ പറയും, ഈ ഒരു FBI പോലീസും അവരുടെ സഹായത്തിന് വേണ്ടിയിട്ട് എന്നെ അവരുടെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. പക്ഷെ അവർക്കൊരു കാര്യം അറിയത്തില്ല, ഞാൻ മൃഗങ്ങളെ വേട്ടയാടുന്നവനാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ മകളെ കൊന്ന ആ ഒരു മൃഗത്തിനെയും ഞാൻ എന്തായാലും കൊല്ലാൻ പോവാണ് എന്നുള്ള രീതിയിൽ ആ ഒരു അച്ഛന് നമ്മുടെ ഹീറോ പ്രോമിസ് ചെയ്തിങ്ങനെ കൊടുക്കും. അപ്പൊ അയാൾ പറയും, അവൻ ആരോ ആയിക്കോട്ടെ, പക്ഷെ കൊല്ലുന്നതിന് മുന്നേ ഒരുപക്ഷെ അവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്നെ നീ അറിയണം എന്നിങ്ങനെ ഹീറോയോട് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇവർ മൂന്നുപേരും കൂടി ചേർന്നിട്ട് മരിച്ചുപോയ ഒരു പെൺകുട്ടിക്ക് ഒരു സഹോദരനുണ്ട്, അവനോട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞ് അവൻ അന്വേഷിച്ച് വരുമ്പോൾ അവനാണെങ്കിലോ ഈ ഡ്രഗ്സിനും മയക്കുമരുന്നിനും എല്ലാം അടിമയാണ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്ന അവന്റെ സുഹൃത്തുക്കളോടൊപ്പമാണ് അവൻ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇവരെല്ലാവരും അവിടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും ആ ഒരു ചീഫും മുൻവശത്തോടെ ചെല്ലുന്നു. ഹീറോ ആണെങ്കിലോ പുറകിലുള്ള കാൽപ്പാടുകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ ഒരു വീടിന്റെ പുറകിലേക്ക് ചെല്ലും. അങ്ങനെ ഹീറോയിനും ആ ഒരു ചീഫും മുന്നിലത്തെ ഡോറിൽ വന്ന് തട്ടുമ്പോൾ അകത്ത് നിന്ന് ഒരുത്തൻ ഡോർ തുറന്നിട്ട് ഇവരെ കാണുമ്പോഴത്തേക്ക് നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. ഇനിയും പോലീസ് പിടിച്ചുകൊണ്ടോ ജയിലിലിടോ എന്നുള്ളൊരു പേടി അവനുണ്ട്. കാരണം ഇവന്മാരിങ്ങനെ മയക്കുമരുന്നെല്ലാം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് തവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരോട് സംസാരിച്ച് ഈ പെപ്പർ സ്പ്രേ ഉണ്ടല്ലോ അതെടുത്ത് നമ്മുടെ ഹീറോയിന്റെ ആ ഒരു ചീഫിന്റെ കണ്ണിലേക്ക് അടിച്ചു കൊടുക്കും. അങ്ങനെ ഇവര് രണ്ടുപേരും വേദന സഹിക്കാൻ കഴിയാതെ ഇവിടെ കിടന്ന് കരയുമ്പോഴത്തേക്കും ഇതിനകത്ത് തന്നെ രണ്ടുപേരുണ്ട്. അവർ രണ്ടുപേരും പുറകിലത്തെ ആ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഹീറോ പുറകിൽ നിന്ന് ഒരു ഷവൽ ഉപയോഗിച്ച് രണ്ടുപേരെ അടിച്ച് താഴേക്കിടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ പതി അകത്തേക്ക് കയറുമ്പോൾ ഈ ഒരു പെപ്പർ സ്പ്രേ അടിച്ചല്ലോ അവനാണെങ്കിൽ വീടിനകത്ത് നിന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഒരു വിധത്തില് ആ ഒരു തോക്കും കൊണ്ട് ഉള്ളിലേക്ക് ചെല്ലുന്നതും ഇവന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അവനതെടുത്ത് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ ഹീറോയിൻ അവനെ ഷൂട്ട് ചെയ്ത് അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് വെളിയിൽ പിടിച്ച ആ രണ്ടുപേരുണ്ടല്ലോ അവര് രണ്ടുപേരും ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അതിലൊരുത്തനാണ് മരിച്ചുപോയ പെണ്ണിന്റെ സഹോദരൻ. അപ്പോൾ അവൻ പെട്ടെന്ന് ചോദിക്കും, അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്ന്, എന്റെ സഹോദരിക്ക് എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും ചീഫും അധികം അങ്ങനെയൊന്നും മിണ്ടത്തില്ല. ആ ഒരു സഹോദരി മരിച്ചെന്നുള്ള കാര്യം അവനോട് പറയത്തില്ല. പക്ഷെ ഹീറോ ഇത് കേട്ടിട്ട് പറയും, നിന്റെ സഹോദരി ആരൊക്കെ റേപ്പ് ചെയ്ത് കൊന്നു, അവള് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആ ഒരു സഹോദരനുണ്ടല്ലോ അവൻ പെട്ടെന്ന് കരയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അതാരാണെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു സഹോദരനോട് ചോദിക്കുമ്പോൾ അവന്മാരാണെങ്കിൽ ഒരു വിധത്തിൽ അത് പറയാൻ തയ്യാറല്ല, അറിയത്തില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ പറയും, ശരി ഇവന്മാരോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, എന്നോടൊപ്പം വാ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീടിനടുത്ത് നിന്ന് ഒരു സ്നോ ബൈക്ക് അങ്ങനെ പോയി ഒരു പാടിങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ടാണ് ഹീറോയിന്റെ കയ്യിൽ ഒരു ബൈനോക്കുലർ കൊടുത്തിട്ട് ദേ ആ ഒരു മലയുടെ മുകളിലേക്ക് നോക്ക്, നല്ലതുപോലെ നോക്കാൻ പറയുമ്പോൾ ആ ഒരു വണ്ടി പോയതിന്റെ പാട് ആ ഒരു മലയുടെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ആ ഒരു വണ്ടി എടുത്ത് മലയുടെ മുകളിൽ വരെ പോയിട്ടുണ്ട്. ദേ ആ ഒരു ഭാഗം കണ്ടോ, അവിടെയാണ് നമ്മൾ ആ ഒരു പെൺകുട്ടിയുടെ ശരീരം കണ്ടുപിടിച്ചത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല അവിടേക്ക് ഒരു വണ്ടി പോയി, പക്ഷെ അത് തിരിച്ചു വന്നതിന്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ലല്ലോ, അതെന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മളും വണ്ടിയെടുത്ത് ആ ഒരു സ്ഥലത്തേക്ക് പോകണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ വിളിച്ച് ഹീറോ നേരെ മുകളിലേക്ക് പോവാണ്. അങ്ങനെ വണ്ടി ഒരിടത്തേക്ക് കൊണ്ട് നിർത്തി ഈ മഞ്ഞിൽ നടക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമുണ്ട് അതെടുത്ത് കാലിൽ കെട്ടി. ഹീറോ പറയും, ഇതിന് ശേഷം നമുക്ക് മുകളിലേക്ക് വണ്ടി കൊണ്ട് പോകാൻ കഴിയത്തില്ല, കാരണം പലയിടങ്ങളിലും മരങ്ങളെല്ലാം വീട് കിടപ്പുണ്ടായിരിക്കും, അതുകൊണ്ട് നടന്നു പോവാന്ന് പറഞ്ഞ് അവളെ വിളിച്ചിട്ട് കയ്യിലൊരു തോക്കും എടുത്ത് വെച്ച് പതിയെ നടന്നിങ്ങനെ പോവാണ്. കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ആഹാ അവിടെ മറ്റൊരാളുടെ ശരീരം ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ താഴേക്ക് വന്ന് ആ ഒരു ചീഫിനോട് ചോദിക്കും, അല്ല ഇവന്മാരോട് ചോദിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചീഫ് പറയും, അവന്മാരാണെങ്കിൽ ഒരു വിവരവും പറയാനായിട്ട് തയ്യാറല്ല, അവന്മാർക്ക് എങ്ങനെയും ജയിലിലേക്ക് പോയാൽ മതി, കാരണം ഇവിടെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് ആ ജയിലിലെ 3 നേരം ആഹാരവും നല്ല സുഖമായിട്ടുള്ള ജീവിതമാണ്, അതുകൊണ്ട് അതാണ് അവന്മാരെല്ലാം ആഗ്രഹിക്കുന്നത് എന്നെല്ലാം ഇങ്ങനെ പറയാണ്. അപ്പോൾ ഹീറോ പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് അവന്മാരോട് സംസാരിച്ച് നോക്കട്ടെ, കാരണം അവന്മാരെ കുട്ടിക്കാലം മുതലേ എനിക്കറിയാം, എന്നോട് എന്തെങ്കിലും പറഞ്ഞാലോ. അപ്പോൾ ഹീറോയും പറയും, ഏയ് അതൊരിക്കലും ശരിയാവത്തില്ല. ഒന്നാമത്തെ കാര്യം, FBI അന്വേഷിക്കുന്ന ഈ ഒരു കേസിൽ വെളിയിൽ നിന്ന് ഒരാളെ, അതും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളെ ചോദ്യം ചെയ്യാനായിട്ട് അനുവദിക്കത്തില്ല, അതിൽ റൂളില്ല. രണ്ടാമത്, നിങ്ങൾ ചോദിച്ചിട്ട് അവന്മാരെന്തെങ്കിലും പറഞ്ഞാലും അതൊരിക്കലും കോടതിയിൽ ഒരു തെളിവായിട്ട് എടുക്കത്തില്ല, കാരണം നിങ്ങളൊരു സാധാരണക്കാരനായതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട ഹീറോ പോലീസുകാരനോട് ചോദിക്കും, ശരി ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരി നീ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ ആ ഒരു മരിച്ചുപോയ പെണ്ണിന്റെ സഹോദരന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് അവൻ പറയുന്നത്, നിനക്ക് നിന്റെ മകളെ പോലെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, പിന്നെയാണ് എന്റെ സഹോദരിയുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് അവന്റെ മുഖം പിടിച്ച് മുന്നിലെ സീറ്റിൽ 2-3 ഇടി എന്നിട്ട് അകത്തേക്ക് കയറി ഇരുന്നിട്ടാണ്
അവനോട് ഇപ്പോൾ കുറച്ച് കാര്യമായിട്ട് സംസാരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവർ വെളിയിൽ പഠിക്കാൻ പോകാനും അതേപോലെ തന്നെ ആർമിയിൽ ചേരാൻ ഇതിനെല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നഷ്ടപ്പെടുത്തി അവൻ യുവമാരോട് മദ്യം മയക്കുമരുന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു നാട്ടിൽ തന്നെ കിടക്കുകയാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിന്റെ സഹോദരിക്കൊക്കെ ഇതുപോലെ സംഭവിക്കത്തുള്ള എന്നെല്ലാം പറഞ്ഞ് ഹീറോ ഇറങ്ങി പോകുമ്പോൾ അപ്പോഴാണ് അവൻ വിളിച്ചിട്ട്, ഞാൻ സത്യം പറയാം, എന്റെ സഹോദരിയുടെ കാമുകൻ അവന് നിന്റെ വയസ്സുണ്ടാവും, അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവളെക്കാട്ട് നല്ല പ്രായമുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവളോട് ഞാൻ പലതവണ പറഞ്ഞിരുന്നു ആ ഒരു ബന്ധം വേണ്ടാന്ന്. പക്ഷെ എനിക്ക് പറയാനല്ലേ കഴിയൂ. ഒരിക്കലും അവള് ഞാൻ പറഞ്ഞ കാര്യം കേട്ടിരുന്നില്ല. അവനൊരു സെക്യൂരിറ്റി ഗാർഡാണ്, ഇവിടെ ഡ്രില്ലിംഗ് സൈറ്റുകളുണ്ടല്ലോ അവിടെയാണ് അവൻ ജോലി ചെയ്യുന്നത്. അതുപോലെ അവന്റെ പേര് മാറ്റ് എന്നാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിനോട് ആ ഒരു ചീഫിനോട് ഹീറോ പറഞ്ഞിട്ട് ഹീറോ നേരെ അവന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് തന്റെ വൈഫിനോട് പോയി സംസാരിക്കുമ്പോഴത്തേക്കും അവള് പറയുന്നുണ്ട്, നീ ഇപ്പോൾ പോലീസിനെ സഹായിക്കാനായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, നീ ഒരിക്കലും ഒരു പോലീസ് അല്ല, അതുകൊണ്ട് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ഹീറോ പറയും, കഴിഞ്ഞ തവണത്തെ പോലെ എന്തായാലും ഇത്തവണ ഞാൻ ആ ഒരു കൊലയാളിയെ വെറുതെ വിടത്തില്ല. അപ്പോഴേക്കും ആ ഒരു ഭാര്യ പറയും, അതെനിക്കറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവള് ഡോർ അങ്ങ് അടയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് ഹീറോ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഹീറോയിൻ കാറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഹീറോ ഇറങ്ങിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, നമ്മൾ മലമുകളിൽ ഒരാളുടെ ശരീരം കണ്ടുപിടിച്ചിരുന്നല്ലോ, അവൻ ആരാണെന്ന് കണ്ടുപിടിച്ചു, അവന്റെ പേര് മാറ്റ് എന്നാണ്, അതും ഒരു ഡ്രില്ലിംഗ് സ്റ്റേഷനിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ആ ഒരു പെൺകുട്ടിയുടെ കാമുകനുണ്ടല്ലോ അവൻ തന്നെയായിരുന്നു ആ മരിച്ചു കിടന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇനി എന്താണ് അന്വേഷിക്കേണ്ടതെന്ന് ഇവർക്ക് അറിയത്. ആ ഒരു കാമുകന് മരിക്കുന്ന അവസരത്തിൽ ഇനിയിപ്പോൾ ഇവർക്ക് എങ്ങോട്ടാണ് പോവേണ്ടത്, ഏത് രീതിയിലാണ് അന്വേഷിച്ച് പോകേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ അകത്തേക്ക് വരുമ്പോൾ അകത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നു. അതിലാണ് ഹീറോയുടെ മകളുടെ ഫോട്ടോ കാണുന്നത്. അപ്പൊ തന്റെ മകൾക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, 3 വർഷങ്ങൾക്ക് മുന്നേ ഹീറോയുടെ മകൾ മരിച്ചുപോയി. അതെങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പോൾ ഹീറോയുടെ മകനില്ലേ, അവരൊരു ചെറിയ കുട്ടിയായിരുന്നു. ഹീറോയുടെ മകൾക്കാണെങ്കിൽ ആ ഒരു സമയത്ത് 16 വയസ്സ്. അപ്പോൾ പട്ടണത്തിൽ എന്തോ ഒരു ആവശ്യമായിട്ട് ഹീറോയും ഹീറോയുടെ ഭാര്യയും കൂടി ചേർന്ന് ഇവരുടെ മകളെ ആ അനിയനെ നോക്കാൻ വേണ്ടിയിട്ട് മകളെ വീട്ടിലാക്കി ഇവർ രണ്ടുപേരും പട്ടണത്തിലേക്ക് പോയി. അങ്ങനെ ഇവർ അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത്, ഇവരുടെ മകളെ കാണാനില്ലാന്ന്. അങ്ങനെ എല്ലാവരും ഇവിടേക്ക് വന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഇവർ പോയതിനു ശേഷം അവരുടെ മകള് ഫ്രണ്ട്സിനെ എല്ലാം എന്തോ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആ വന്ന ഫ്രണ്ട്സ് ആണെങ്കിലോ അവരുടെ മറ്റു സുഹൃത്തുക്കളെയും ഈ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചു. പക്ഷെ ആ വന്നവരിൽ പലരും അവരുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ പോലുമില്ല. അറിയാൻ കഴിയാത്ത ആരെയൊക്കെയോ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. രാവിലെ നോക്കുമ്പോഴത്തേക്കും മകളെ കാണാനില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഏതോ ആടിനെ മേയ്ക്കുന്ന ഒരാള് 20 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഇവരുടെ വീട്ടിൽ നിന്നും 20 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് മകളുടെ ശരീരം കണ്ടുപിടിച്ചത്. ഇപ്പോഴുവരെയും അവളുടെ മകള് എങ്ങനെയാണ് മരിച്ചത് എന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയത്തില്ല. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് ഹീറോ നല്ലതുപോലെ കരയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിനായാലും നല്ല വിഷമം വരുന്നുണ്ട്. പക്ഷെ ഹീറോയുടെ മുന്നിൽ അത് കാണിക്കാൻ കഴിയത്തില്ല. അവള് നേരെ ബാത്റൂമിലേക്ക് കയറിയിരുന്ന് നല്ലതുപോലെ കരയാണ്. എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത്, ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ എന്തുകൊണ്ടാണ് ഈ ഒരു കേസിൽ ഞങ്ങളെ നല്ലതുപോലെ സഹായിക്കുന്നതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇവർ പുതിയൊരു പ്ലാൻ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡ്രില്ലിംഗ് സൈറ്റുകൾ പലയിടങ്ങളിലായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെയുള്ള ക്യാമറകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യം കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ മരിച്ചുപോയ അവളുടെ ബോയ് ഫ്രണ്ട് മാറ്റ് അവൻ താമസിച്ചത് ഒരു ടൈലറിലാണ്. അപ്പൊ ആ ഒരു ട്രെയിലറിൽ പോയിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും തെളിവ് കിട്ടിക്കഴിഞ്ഞാലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചീഫ് ഹീറോയിനോട് ചോദിക്കും, അല്ല ഇതിനെല്ലാം വാറന്റ് വേണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, വാറന്റ് ഒന്നും വേണ്ട, എന്തായാലും അവിടേക്ക് പോയിട്ട് അവരോട് ചോദിച്ച് അന്വേഷണം തുടങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ വാറന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് താമസിക്കും, അതുകൊണ്ട് ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ലാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം പോയതിനു ശേഷം പിന്നീട് മഞ്ഞിലൂടെ വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു സ്നോ ബൈക്ക് എടുത്തിട്ട് അതിലിങ്ങനെ പോകുന്നു. അവരുടെ പുറകെ തന്നെ പോലീസുകാരും നമ്മുടെ ഹീറോയിനും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രില്ലിംഗ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മഞ്ഞ് പ്രദേശത്ത് പലയിടങ്ങളിലായിട്ട് ഈ ഭൂമി തുരന്ന് അതിനകത്ത് നിന്ന് ഓയിൽ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനാണ് ഡ്രില്ലിംഗ് സൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഒരാൾ കാണുമ്പോഴത്തേക്ക് അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല എല്ലാവരും കൂടി എന്താണെന്ന് ചോദിക്കുമ്പോൾ മാറ്റ് എന്ന് പറഞ്ഞ ഒരാളെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ആ അറിയാലോ, 3 ദിവസം മുന്നേ അവന്റെ ഗേൾ ഫ്രണ്ടായിട്ട് എന്താ വഴക്കുണ്ടാക്കിയിട്ട് അവർ ഇവിടുന്ന് പോയതാണ്, പിന്നീട് ഇതുവരെയും തിരിച്ചു വന്നില്ല, ഇനി എങ്ങോട്ട് പോയോ എന്താണ് സംഭവിച്ചെന്നോ ആർക്കും അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവിടേക്ക് വേറൊരുത്തൻ ഇങ്ങനെ വരുന്നു. എന്നിട്ട് അല്ല എന്താ എല്ലാവരും ഇവിടേക്ക് വന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെ മുഖത്ത് ചെറിയ രീതിയിൽ കീറൽ പറ്റിയത് മുറിവ് പറ്റിയതായിട്ടുള്ള പാടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല ഇതെങ്ങനെയാ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇവിടുത്തെ സെക്യൂരിറ്റികളാണ്, ഇതേപോലെ ഈ ഒരു സ്ഥലം ചുറ്റി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സ്നോ ബൈക്കിൽ പോകുന്ന സമയത്ത് ഈ മരത്തിന്റെ കമ്പും ചില്ലയെല്ലാം കൊണ്ടിട്ട് ഇതുപോലെ മുറിയാറുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇതേപോലെ ഓരോ ഡ്രില്ലിംഗ് സൈറ്റിലും ഏകദേശം 4-5 സെക്യൂരിറ്റികൾ ഉണ്ടാവും. അങ്ങനെ അവരെല്ലാവരും ഇവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ഓക്കെ ശരി മാറ്റിന്റെ ആ ഒരു ട്രെയിലർ അതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ശരി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവര് ആ ഒരു ട്രെയിലറിനടുത്തേക്ക് ഇവരെ കൊണ്ടുപോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ മറ്റൊരു വഴിയാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒരു ഗുഹയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് അതിനകത്ത് കുറെ സിംഹ കുട്ടികൾ. അങ്ങനെ അതിനെ കാണുമ്പോഴത്തേക്കാണ് അതിനടുത്തായിട്ട് ഒരു വലിയ സിംഹം മരിച്ചിടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ അത് അതിനടുത്തൂടെ ഒരു വണ്ടി പോയതായിട്ടുള്ള ഒരു പാടും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എവിടേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ആ ഒരു ബൈനോക്കുലർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ പലയിടങ്ങളിലായിട്ട് ഈ ഒരു ഡ്രില്ലിംഗ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു വണ്ടി പോയിട്ടുള്ളതെന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി. അതേ സമയം തന്നെ നമ്മുടെ ഹീറോ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആ ഒരു പോലീസുകാർ ഇവരെല്ലാവരും
ആ ഒരു ഡ്രില്ലിംഗ് സ്റ്റേഷൻ അടുത്തായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. അതേസമയം ഇവർ നടന്നു പോകുമ്പോഴത്തേക്കാണ് ആ ഒരു സെക്യൂരിറ്റിയിലെ ഒരാള് നമ്മുടെ ഹീറോയിനോട് ചോദിക്കും, അല്ല മാറ്റ് ഇപ്പോൾ എവിടെയാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും പറയും അവന്റെ ഗേൾ ഫ്രണ്ട് അവനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. അതന്വേഷിച്ചാണ് ഞങ്ങൾ അവനെ കണ്ടുപിടിക്കാനായിട്ട് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി പറയും, എന്ത് അവനെ കാണാനില്ലെന്നോ? അവനെ കാണാനില്ലെന്ന് അവന്റെ ഗേൾ ഫ്രണ്ട് നിങ്ങളോട് പറഞ്ഞെന്നോ? അവന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ ഇപ്പോൾ 2 ദിവസത്തിന് മുന്നേ മരിച്ചെന്നും പറഞ്ഞിട്ട് റേഡിയോയിലെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഇതെല്ലാം പറയുമ്പോൾ ഹീറോയും പറയും, അല്ല ഞാൻ ആ ഒരു പെണ്ണിന്റെ പേര് പോലും പറഞ്ഞില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാ ആ ഒരു പെണ്ണാണ് അവന്റെ ഗേൾ ഫ്രണ്ട് എന്ന് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്? അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും പോലീസുകാർക്കും ഇവരുടെ മേളിൽ ചെറിയൊരു സംശയം തോന്നി തുടങ്ങി. അങ്ങനെ ആ ഒരു സംശയം തോന്നുന്നതും പെട്ടെന്ന് പോലീസുകാർ തോക്കെടുത്തിട്ട് ഇവരുടെ നേർക്ക് ഇങ്ങനെ ചൂണ്ടുമ്പോഴത്തേക്ക് അവർ സെക്യൂരിറ്റികളല്ലേ, അവരുടെ കയ്യിലും തോക്കുണ്ട്, അതെടുത്ത് തിരിച്ചു ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോഴേക്കും അവർ സെക്യൂരിറ്റികൾ പറയുന്നുണ്ട്, ഈ ഒരു ഏരിയ എപ്പിയുടെ കൺട്രോളിൽ പോലും വരത്തില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ അന്വേഷിക്കാനായിട്ട് വരുന്നത്? നിങ്ങൾക്ക് അതിനുള്ള അധികാരം ഇല്ലാന്ന് പറയുമ്പോൾ ഹീറോയും പറയും, ഈ ഒരു ഏരിയ ഇപ്പോൾ എബിയുടെ കൺട്രോളിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അന്വേഷിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സെക്യൂരിറ്റി ആയാലും പോലീസ് ആയാലും ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ. ഇപ്പൊ എല്ലാവരും തോക്ക് താഴേക്ക് വെക്കി, ഞാനും തോക്ക് താഴേക്ക് വെക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ അവർ തോക്കെടുത്ത് ഇങ്ങനെ വെക്കുന്നതും പോലീസുകാരും അതേപോലെ തന്നെ ആ ഒരു സെക്യൂരിറ്റിമാരും പതിയെ തോക്കെടുത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. അതേസമയം അതിലൊരു സെക്യൂരിറ്റി മാത്രം തോക്ക് ഇപ്പോഴും താഴെ വെക്കാതെ നിൽക്കുമ്പോൾ ഹീറോയും പറയും, ഇപ്പൊ തോക്ക് താഴെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ അവനും വേറെ വഴിയില്ലാതെ തോക്കെടുത്ത് ഉള്ളിലേക്ക് വെക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു സെക്യൂരിറ്റിയോട് ഹീറോയും എന്ന് പറയും, ശരി ഇനി മാറ്റിന്റെ ട്രെയിലറിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ പറയുമ്പോൾ അവനിപ്പോൾ അവരെ അവിടേക്ക് കൊണ്ടുപോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു ബൈക്ക് എടുത്തിട്ട് കുറെ ദൂരം വന്ന് ഈ ഒരു ഡ്രില്ലിംഗ് സൈറ്റ് ഉണ്ടല്ലോ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരെ കാണാനില്ല. അപ്പോൾ അവർ വാക്കി ടോക്കി ഉപയോഗിച്ചിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവരാരും പ്രതികരിക്കാത്തതുകൊണ്ട് ഹീറോ പറയുന്നുണ്ട്, ഏയ് ആരെങ്കിലും എനിക്ക് റിപ്ലൈ താ എന്നും പറഞ്ഞിട്ട് ആ ഒരു സ്നൈപ്പറും എടുത്ത് കുറച്ച് ദൂരേക്ക് ഇങ്ങനെ ഓടിപ്പോവാണ്. അതേസമയം ഈ ഒരു ട്രെയിലറിന്റെ അടുത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയും പെട്ടെന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇത്രയും വലിയൊരു ട്രെയിലർ ഇവിടെ മാറ്റ് മാത്രമേ ഉള്ളൂ, അത് വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഇല്ലില്ല, മാറ്റ് പിന്നെ പീറ്റർ എന്ന് പറഞ്ഞ ഒരുത്തൻ പിന്നെ ഞങ്ങൾ 3 പേര് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ എന്നാ ഒരു സെക്യൂരിറ്റി ലീഡർ ഇവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ഡോറിൽ ഇങ്ങനെ തട്ടുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ആരോ ഒരാൾ കഥക് തുറക്കുന്നു. അതേ സമയം തന്നെ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇതേ ട്രെയിലറിൽ ആരോ വന്നിട്ട് ഇങ്ങനെ കഥക് തട്ടുന്നതും വന്ന് തുറക്കുമ്പോഴത്തേക്കും വെളിയിൽ നിൽക്കുന്നത് റേപ്പ് ചെയ്യപ്പെട്ട് മരിച്ച ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ പേര് കേസി എന്നാണ്. ആ ഒരു പെണ്ണാണ് വെളിയിൽ നിൽക്കുന്നത്. കഥക് തുറക്കുന്നത് മാറ്റ് എന്ന് പറഞ്ഞിട്ട് അവളുടെ കാമുകൻ. അകത്തേക്ക് വന്നതും രണ്ടുപേരും കിസ് ചെയ്തിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും കട്ടില് അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയില്ല ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ഇവിടെ താമസിക്കുന്ന മറ്റ് സെക്യൂരിറ്റിമാരുണ്ടല്ലോ അവരെല്ലാവരും വേറെ ഏതൊരു പാർട്ടിക്ക് പോയിട്ട് നല്ല രീതിയിൽ കുടിച്ച് ഇതിനകത്തേക്ക് കയറി വരും. ഇത് കാണുമ്പോഴത്തേക്കും അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ഇവരെ കാണുന്നതും ഡ്രസ്സ് എല്ലാം മാറ്റിയിട്ട് വീണ്ടും മാറ്റിനടുത്തേക്ക് പോയി ഇങ്ങനെ കിടക്കാണ്. അപ്പോഴേക്കും അതിലെ പീറ്റർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ പെട്ടെന്ന് ആ ഒരു പുതപ്പ് മാറ്റിയിട്ടാണ് ഈ പുതപ്പിനടിയിൽ എന്തോ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഇവൻ കുടിച്ച് ആ ഒരു പെണ്ണിനെ ശല്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ബോയ് ഫ്രണ്ട് മാറ്റ് ഉണ്ടല്ലോ അവൻ ഇവനെ ഒരു ഒറ്റ ചവിട്ട്. അതുപോലെ അവനാണെങ്കിൽ ആ ഒരു പെണ്ണിനെ പറ്റി മോശമായിട്ട് കൂടി പറയുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് വന്ന് ആ ഒരു കർട്ടൻ പിടിച്ചങ്ങ് ഇടുകയാണ്. പക്ഷേ കുടിച്ചിട്ട് നിൽക്കുന്ന അവന്മാരാണെങ്കിൽ വെറുതെ വിടോ വീണ്ടും അകത്തേക്ക് കയറി വന്ന് ആ ഒരു ബോയ് ഫ്രണ്ടിനെ മാറ്റിനെ നല്ലതുപോലെ അടിക്കുന്നുണ്ട്. അതിലൊരുത്തനാണെങ്കിൽ ആ ഒരു പെണ്ണിന്റെ പാന്റ് താഴേക്കിനെ വലിച്ചു മാറ്റിയിട്ട് അവളെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങും. അപ്പൊ ആ ഒരു പെണ്ണിനെ അത് വലിയ നാണക്കേടാവുന്നതും മാറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവനെ പിടിച്ച് താഴേക്കിട്ട് നല്ലതുപോലെ ഇടിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും ബാക്കിയുള്ള സെക്യൂരിറ്റികളെല്ലാം കൂടി ചേർന്നിട്ട് മാറ്റിനെ പിടിച്ച് അവനെ നല്ലതുപോലെ അടിക്കാൻ പറഞ്ഞ് അവനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഒരു പെണ്ണ് വന്ന് തടയാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അതിലൊരുത്തൻ അവളെ പിടിച്ച് തള്ളിയിട്ട് ഒരു ഒറ്റയടി അവളുടെ ബോധം പോയി നേരെ കട്ടിലേക്ക് വന്ന് വീഴും. ആ ഒരു സമയത്ത് പീറ്റർ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ ബോധമില്ലാതെ കിടക്കുന്ന ആ ഒരു പെണ്ണിനെ അവനെ റേപ്പ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞ് അവൾക്ക് ബോധം വരുമ്പോഴത്തേക്കും ആ ഒരു ബോയ് ഫ്രണ്ട് മാറ്റ് ഉണ്ടല്ലോ അവൻ ഇത് കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് അവളെ റേപ്പ് ചെയ്ത് അവനെ ഇറുക്കി ഇങ്ങനെ പിടിച്ചിട്ടാണ് അവളോട് പറയുന്നത് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയും. ആ ഒരു സമയത്ത് ബാക്കി എല്ലാവരും മാറ്റിനെ പിടിക്കുന്ന ആ ഒരു തിരക്കിൽ നിൽക്കുമ്പോഴത്തേക്കും അവള് പതിയെ ഒരു ട്രെയിലറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വെറും കാലിൽ ആ ഒരു മഞ്ഞിലൂടെ ഇങ്ങനെ ഓടാണ്. അപ്പൊ ഇതേ സീൻ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കാണുന്നതും. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയും വന്നിട്ട് FBI-യിൽ നിന്നാണ് വരുന്നത്. കഥ തുറക്കാൻ പറയുമ്പോൾ അകത്തുള്ള അടുത്തുണ്ടല്ലോ ആ പെണ്ണെ റേപ്പ് ചെയ്തവൻ അവൻ അകത്താണ് നിൽക്കുന്നത്. അവൻ വിചാരിക്കും ഇതെല്ലാം അറിഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ വന്നെന്നും പറഞ്ഞിട്ട് അവൻ പേടിച്ച് പെട്ടെന്ന് തോക്കെടുത്ത് ഹീറോയിനെ ഷൂട്ട് ചെയ്യുന്നു. ഹീറോയിൻ ആണെങ്കിൽ തെറിച്ച് നേരെ താഴേക്കൊന്ന് വീഴുന്നതും ഇത് കണ്ട പോലീസ് അടങ്ങിയിരിക്കും. അവർ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അവർ സെക്യൂരിറ്റിമാരും പോലീസുകാരും അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മാറി ഷൂട്ട് ചെയ്യാണ്. അതേസമയം ഡോറും തുറന്നിട്ട് ആ ഒരു താടിക്കാരനുണ്ടല്ലോ പീറ്റർ എന്ന് പറഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അവനാണ് നല്ലതുപോലെ പേടിച്ചിട്ട് അവന്റെ ഒരു തോക്കുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവള് ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചതുകൊണ്ട് വലിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടില്ല. അതേസമയം തന്നെ വെളിയിൽ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് അതിലൊരു ബുള്ളറ്റ് വന്ന് പീറ്ററിന്റെ കയ്യിൽ കൊള്ളും. അപ്പോഴേ ഹീറോയും പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അടുത്തുള്ളൊരു സെക്യൂരിറ്റിയുടെ കാലിലേക്ക് 2-3 തവണ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. താഴെ വീണവനാണെങ്കിലോ നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാനായിട്ട് തോക്കിനെ എടുക്കുന്നത് അവന്റെ നെറ്റിയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ കൊല്ലും. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് അകത്തുള്ള ആ ഒരു ട്രെയിലറിനകത്ത് കയറിയവൻ AK-47 തോക്കെടുത്തിട്ട് വെളിയിൽ നിൽക്കുന്ന എല്ലാ പോലീസുകാരെയും നല്ലതുപോലെ ഷൂട്ട് ചെയ്യാണ്. അവസാനം അതിൽ ചീഫിനും ബുള്ളറ്റ് കൊണ്ട് ചീഫും പതിയെ താഴേക്ക് വന്ന് വീഴാണ്. അതിലൊരവസരത്തില് വേറൊരു പോലീസുകാരൻ താഴെ കിടക്കുമ്പോഴത്തേക്കും മുകളിലൊരു സെക്യൂരിറ്റി ഉണ്ട്. അവനാണെങ്കിൽ തോക്കെടുത്ത് രണ്ടുപേരും ഒരുപോലെ ബുള്ളറ്റ് തീർന്നത് കൊണ്ട് അടുത്ത ബുള്ളറ്റ് എടുത്ത് ലോഡ് ചെയ്ത്
ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നതും ആ സെക്യൂരിറ്റി അതിന് മുന്നേ തന്നെ പോലീസുകാരനെ ഷൂട്ട് ചെയ്ത് അങ്ങ് കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്നും എടുത്ത തോക്കും എടുത്ത് നേരെ നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുന്നതും അതിന് മുന്നേ തന്നെ ആ ഒരു സെക്യൂരിറ്റി തെറിച്ചങ്ങ് പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ കുറച്ച് ദൂരമായിട്ട് നിന്ന് സ്നൈപ്പറിൽ അവനെ ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ബാക്കി 2 സെക്യൂരിറ്റിമാരുണ്ട്, അവരെ 2 പേരുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവരെ 2 പേരെയും കൊല്ലുന്നു. അത് കഴിഞ്ഞ് ട്രെയിലറിനകത്ത് ഒരു സെക്യൂരിറ്റി ഉണ്ട്, അവനെ ഷൂട്ട് ചെയ്തങ്ങ് താഴെ ഇടാണ്. അതേസമയം പീറ്റർ എന്ന് പറഞ്ഞ അവരുണ്ടല്ലോ, അവരാണെങ്കിൽ ഈ ട്രെയിലറിന്റെ മറ്റൊരു ഭാഗത്തോടെ അതിന്റെ ജനാലയെല്ലാം തകർത്ത് അതിന്റെ പുറകിലൂടെ ഇങ്ങനെ ഓടും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ ജീവനുണ്ട്, കുഴപ്പമില്ല. അതുകൊണ്ട് അവൾ ആ ഒരു ട്രെയിലറിന്റെ അടിയിലൂടെ ഇഴഞ്ഞു വന്നിട്ട് അവന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിലോ ഈ ഒരു ബുള്ളറ്റ് പ്രൂഫ് എല്ലാം ധരിച്ചതുകൊണ്ട് വലിയ രീതിയിൽ പരിക്കില്ലാതെ അവന് ഓടുകയാണ്. അതേസമയം നമ്മുടെ ഹീറോ നേരെ ഇവിടേക്ക് വന്നിട്ട് ഹീറോയിനെ വിളിച്ച് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ആ ഒരു ട്രെയിലറിനകത്തേക്ക് കൊണ്ടാക്കിയിട്ട് അവളുടെ ദേഹം ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് കഴുത്തിനടുത്ത് ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ വയറിന്റെ ഭാഗത്തും ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 തുണിയെല്ലാം വെച്ചിട്ട് നീ ഇവിടെ തന്നെ സേഫ് ആയിട്ടിരിക്കും, ഞാൻ പോയി അവനെ പിടിച്ചിട്ട് വരാം, ആ ഒരു മൃഗത്തിനെ ഇന്ന് വേട്ടയാടി കൊന്നിട്ട് ഞാൻ വരാമെന്ന് പറയുമ്പോൾ ഹീറോയും പറയും എനിക്കൊരു വാക്കി ടോക്കി മാത്രം മതി, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയത്തില്ല, ഹെലികോപ്റ്റർ വന്നാലേ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയൂ എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിലും അവൾക്കൊരു വാക്കി ടോക്കിയും കൊടുത്തിട്ട് വാക്കി ടോക്കി അല്ല റേഡിയോ. അതേസമയം രക്ഷപ്പെട്ട് പീറ്റർ എന്ന് പറഞ്ഞിരുത്തണല്ലോ, അവനിപ്പോ കുറെ ഓടി ഒരു കാടിനകത്തേക്ക് വന്ന് നല്ല പേടി, ആരെങ്കിലും പുറകെ വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അവൻ ആ ഒരു തോക്കെല്ലാം എടുത്തു വെച്ചിട്ട് ചുറ്റിനും ഇങ്ങനെ നടക്കാണ്. എല്ലാ സൈഡിലേക്കും തോക്കെല്ലാം ചൂണ്ടി ഇങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ അടുത്തേക്ക് വന്നിട്ട് അവന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി, അവന്റെ ബോധം പോയി താഴെ വീഴുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ കണ്ണു തുറക്കുമ്പോൾ ഇപ്പോ നമ്മുടെ ഹീറോ ഉള്ളത് ഒരു മലയുടെ മുകളിലാണ്. ആ ഒരു പീറ്ററിനെ വിളിച്ചിട്ട് നേരെ മലയുടെ മുകളിലേക്ക് വന്നു. അവന്റെ കൈയും കല്ലെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവൻ പറയും പ്ലീസ് എന്നെ ചെയ്യരുത്, നമുക്ക് സംസാരിച്ച് തീർക്കാം എന്നെല്ലാം പറയുമ്പോൾ അവന്റെ കാലിൽ തുണി ഇട്ടിട്ടുണ്ട്. അതെടുത്ത് മാറ്റുമ്പോഴത്തേക്കാണ് അവന്റെ കാലിൽ ചെരുപ്പ് പോലുമില്ല. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെണ്ണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അവളുടെ കാലിലും ചെരുപ്പില്ലായിരുന്നു, വെറും കാലിലാണ് അവൾ ഓടിയത്. പക്ഷെ അങ്ങനെ ഓടുമ്പോഴത്തേക്ക് ഇവന്മാര് വെറുതെ വിട്ടോ ഇല്ല, പുറകെ തന്നെ വന്നിട്ട് അവരെല്ലാവരും കൂടി ചേർന്ന് റേപ്പ് ചെയ്ത് കൊല്ലുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ കാലിൽ ആ ഒരു ഷൂ എല്ലാം വലിച്ചൂരി കളഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോ പറയും ശരി ഇനി നമുക്ക് സംസാരിക്കാം. അപ്പോൾ അവൻ പറയും സോറി ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കാൻ പറയുമ്പോൾ ഹീറോ പറയും അതിന് ഞാൻ പോലീസോ FBI എന്നല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. അതുകൊണ്ട് എന്നോട് ഈ ഒരു സത്യങ്ങളെല്ലാം പറയുന്നത് കൊണ്ട് നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് നീ സത്യം പറ, നിന്നെ വിടണോ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ അവൻ പറയാൻ തുടങ്ങാണ് ഞാനിവിടെ ഒരു സെക്യൂരിറ്റി ജോലിയാണ് ചെയ്യുന്നത്, ഇവിടെ അടുത്തായിട്ട് വേറെ ഗ്രാമമോ ഒന്നുമില്ല, എൻജോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല, വെറും ഓയിലും ഈ ഒരു മഞ്ഞും മാത്രം. എത്ര നാളെന്ന് പറഞ്ഞിട്ടാണ് ഒരു പെണ്ണ് പോലും ഇല്ലാതെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കഴിയുന്നത്. അന്നൊരു ദിവസം കുടിച്ചിട്ട് വന്നപ്പോൾ ഇവിടെ കൂടി ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ആർക്കും, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ പറയാണ് ആ ദുഷ്ടൻ. അപ്പോൾ നമ്മുടെ ഹീറോ പറയും നിനക്ക് ഇവിടെ നിന്ന് മറ്റൊരു ഗ്രാമം കുറച്ച് ദൂരെയായിട്ടുള്ളത് അറിയോ, ആ ഒരു ഗ്രാമത്തിലും സാധാരണ ജനങ്ങളാണ് താമസിക്കുന്നത്, അവിടെയുള്ളവർ നിങ്ങളെപ്പോലെ തന്നെ വേറെ ഒരു എൻജോയ്മെന്റും ഇല്ലാതെ ജോലിയും ചെയ്ത് സമാധാനമായിട്ട് കഴിയുന്നു. പക്ഷെ അവർക്കാർക്ക് ഇങ്ങനെ ഒരു കാര്യം തോന്നില്ലല്ലോ, അവർക്കൂലില്ലാത്ത ആ ഒരു രീതിയിലാണ് നിനക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ തോന്നുന്നത്, നീ പറയുന്നതിൽ വല്ല ന്യായം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഹീറോ നടന്ന് അടുത്തേക്ക് വന്നിട്ട് ഇനി സത്യം പറ, എന്താ ചെയ്തേ, ആ ഒരു പാവം പെൺകുട്ടിയെ നീയൊക്കെ എന്താ ചെയ്തേ, ആണാണെങ്കിൽ എന്നോട് നീ അത് പറ എന്ന് പറയുമ്പോൾ അതേ സത്യം തന്നെയാണ്, ആ ഒരു പെണ്ണെ റേപ്പ് ചെയ്ത് കൊന്നത് ഞാനാണ്, തന്റെ ഗേൾഫ്രണ്ടിനെ രക്ഷിക്കാൻ വന്ന അവനെ നിങ്ങൾ കൊന്നു, അവനെ നിങ്ങൾ അടിച്ചു കൊന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ അവനെ ഞങ്ങൾ അടിച്ചാണ് കൊന്നത്. ഓക്കെ ശരി, നീ സത്യം പറഞ്ഞ സ്ഥിതിക്ക് ദാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കത്തിയെടുത്ത് അവന്റെ കയ്യിലെ കെട്ടം കഴിച്ചു വിടാണ്. എന്നിട്ട് പറയും ശരി നീ പറഞ്ഞതുപോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാന്ന് പറഞ്ഞല്ലോ, ആ ഒരു വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്, നീ ഇനി സ്വതന്ത്രമായിട്ട് എവിടെ വേണമെങ്കിലും പോവാം. ഓർമ്മയില്ലേ ആ ഒരു പെണ്ണിന് നിങ്ങൾ എന്താ അവസരമാണോ കൊടുത്തത് അത് തന്നെയാണ് നിനക്ക് തന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവന്റെ കാലിലൊന്നും ഷൂവും കാര്യങ്ങളൊന്നുമില്ല, ആ ഒരു പെണ്ണ് മരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്നും ഒരു 6 കിലോമീറ്റർ നല്ലതുപോലെ ഓട്, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാം എന്നിങ്ങനെ പറയുമ്പോൾ അവൻ പറയും ഇല്ലില്ല അതൊന്നും ഞാൻ ഒരിക്കലും ചെയ്തില്ല എന്ന് പറയുന്നതും മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോ, അതാണ് നിനക്കുള്ള അവസാന അവസരം എന്ന് പറയുമ്പോഴും അവൻ കേൾക്കാത്തത് കൊണ്ട് ഹീറോ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ ചെവിയിലേക്ക് ഷൂട്ട് ചെയ്യും. ഇനി ഓടോന്ന് പറയുമ്പോഴത്തേക്കും വേറെ വഴിയില്ലാതെ അവനാണെങ്കിൽ അവിടെ നിന്ന് ഓടാണ്. ഈ മഞ്ഞിലൂടെ എത്ര ദൂരം ഓടാനായിട്ട്, അതും ഇത്രയും വലിയ മലയുടെ മുകളിൽ ചെരുപ്പില്ലാതെ, അതും അടിയെല്ലാം കൊണ്ട് നല്ല രീതിയിൽ അവശനായി 6 കിലോമീറ്റർ പോയിട്ട് 1 കിലോമീറ്ററിനകത്ത് പോലും അവ ഓടത്തില്ല. പകുതി ഓടുമ്പോൾ തന്നെ ശ്വാസം കിട്ടാതെ ആ ഒരു പാവം പെണ്ണ് എങ്ങനെയാണോ മരിച്ചത് അതുപോലെ തന്നെ ആ ഒരു തണുത്ത കാറ്റ് ശ്വസിച്ച് രക്തം ഛർദ്ദിച്ചാണ് അവനും മരിക്കുന്നത്. ഇവനൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ കിട്ടണം. ഇപ്പോഴാണ് കണ്ടുകൊണ്ടിരുന്ന എനിക്കും കുറച്ചെങ്കിലും സമാധാനമായത്, തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അവന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഹീറോയിനെ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ചേർത്തു. എന്നിട്ട് പറയും ഞാനൊരു വേട്ടക്കാരനാണ്, ഈ കാടിനകത്ത് മാനുകളെയും മറ്റും വേട്ടയാടാൻ വരുന്ന നായ്ക്കളും ചെന്നായ്ക്കള് ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്, ഏത് മാനാണോ വീക്കായിട്ടുള്ളത് അതിനെയാണ് കൂടുതലായിട്ടും അവർ ടാർഗറ്റ് ചെയ്ത് പിടിക്കുന്നത്, അതുകൊണ്ട് നീ ഒരു വീക്കായിട്ടുള്ള മാനായിട്ട് മാറരുത്, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് അവളെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് അത് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും നല്ലതുപോലെ കരയും. കാരണം മരിച്ചുപോയ ആ ഒരു പെണ്ണാണെങ്കിലും കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ ഒരുപാട് കിലോമീറ്റർ അങ്ങനെ ഓടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവന്മാര് ഒരു ദയാദാക്ഷിണ്യം പോലും കാണിക്കാതെ അവിടെ വെച്ച് വരെ റേപ്പ് ചെയ്ത് കൊന്നത്. അതെല്ലാം ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ നല്ലതുപോലെ കരയുന്നുണ്ട്.
അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ മരിച്ചുപോയ ആ ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവളുടെ അമ്മയാണെങ്കിലോ നല്ല ഉറക്കം. അതേസമയം വീടിന് പുറകിലേക്ക് പോയി നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഹീറോ നേരെ അടുത്ത ആഴ്ച ഇരിക്കുമ്പോഴത്തേക്ക് അയാളുടെ മുഖത്ത് എന്തൊക്കെയോ കളറെല്ലാം വെച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് ഇതാണ് മരണത്തിന്റെ മുഖം എന്നിങ്ങനെ പറയും. അവരുടെ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. അതുമല്ലാതെ അയാളുടെ മകനുണ്ടല്ലോ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അയാളോട് സംസാരിക്കുന്നത് തന്നെ. കാരണം അവൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. അതുകൊണ്ട് തന്റെ മകനെ വിളിക്കാനായിട്ട് പോകണമെന്ന് ഇങ്ങനെ ഹീറോയോട് പറയും. എന്നിട്ട് അയാൾ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഒരാളെ പോലും നീ വെറുതെ വിട്ടില്ലാന്ന് കേട്ടു, ശരിയാണെന്ന് ചോദിക്കുമ്പോൾ അതെ, ഒരുത്തനെ പോലും ഞാൻ വെറുതെ വിട്ടില്ല. നിന്റെ മകളെ അവൻ എങ്ങനെയാണോ കൊന്നത് അതുപോലെ തന്നെ അവനെ ഞാൻ കൊന്നിട്ടുണ്ട്. ശരി, നിന്റെ മകനെ കാണുമ്പോഴത്തേക്ക് എന്തായാലും അവനോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവനെ തിരുത്താൻ നോക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അവര് രണ്ടുപേരും മരിച്ചുപോയ ഒരു പെണ്ണിന് വേണ്ടി കുറെ നേരം അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പിന്നീടാണ് നമുക്ക് സ്ക്രീനിൽ മറ്റൊരു കാര്യം കാണിക്കുന്നത്. ഒരു പ്രദേശത്ത് കാണാതായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ മരണപ്പെട്ട സ്ത്രീകൾ, മരണപ്പെട്ട ആരും ആയിക്കോട്ടെ, അവരെ പറ്റിയുള്ള ഡേറ്റ ആ ഒരു പ്രദേശത്ത് സ്റ്റേഷനിലോ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടാവും. പക്ഷേ ഈ ഒരു നേറ്റീവ് അമേരിക്കൻസ് എന്ന് പറയുമല്ലോ, ഈ മലമുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ, അവരുടെ വീട്ടിൽ നിന്ന് കാണാതാവുന്ന പെൺകുട്ടികള്, സ്ത്രീകള്, ഇവരെ പറ്റിയുള്ള ഒരു വിവരവും അത് കാണാതായിട്ടുള്ളവരുടെ ലിസ്റ്റിൽ പോലും വെക്കത്തില്ല. ആ ഒരു രീതിയിലാണ് ഈ നേറ്റീവ് അമേരിക്കൻസ് എന്ന് പറയുന്ന അവരെ ആ ഒരു പ്രദേശത്തുള്ളവർ കാണുന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ റിയൽ ലൈഫിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കണം, എത്രത്തോളം സ്ത്രീകളെയും പെൺകുട്ടികളായിരിക്കും കടത്തിക്കൊണ്ട് പോയിട്ട് ഇതുപോലെ കൊല്ലുന്നത്. ഇതെല്ലാം ആ ഒരു നാട്ടിൽ നടക്കുന്ന റിയൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അതുമല്ല, കാണാതായിട്ടുള്ള സ്ത്രീകളുടെ ആ ഒരു കണക്ക് പോലും ഇവർക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയത്തില്ല. അതുപോലെയാണ് ആ ഒരു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു സംഭവം നടന്ന ഒരു റിയൽ സംഭവം കൂടിയാണെന്ന് അറിയുമ്പോഴത്തേക്കും ഇപ്പൊ മൂവിയിലായാലും യഥാർത്ഥ കൊലയാളിയാണെങ്കിലും ഇതുപോലൊരു ശിക്ഷ അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ സമാധാനമുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നവർക്ക് കിട്ടണം. ഓക്കെ, ശരി, നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.